KSRTC സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടനത്തിൽ നിന്ന് CPIM വിട്ടുനിൽക്കും. MV ഗോവിന്ദൻ പറഞ്ഞത് LDF തീരുമാനമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. മുന്നണി തീരുമാനമായതിനാൽ നേതാക്കൾ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കും. അത് LDF തീരുമാനമാണ്. കൂട്ടായ തീരുമാനം തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ വിട്ടുനിൽക്കും നാളത്തെ പരിപാടി അല്ലേ? ശരി സാർ, ഓക്കെ. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, അപ്പോൾ പ്രതിപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിക്കും എന്ന് തന്നെയാണ് അല്ലേ ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്നും കൂടി മനസ്സിലാക്കുന്നത്? അതേ സ്വാതി, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായി സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ 8:30 മണിക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ നിന്ന് പൂർണ്ണമായി LDF നേതാക്കൾ വിട്ടുനിൽക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സമാനമായുള്ള പ്രതികരണം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതൊരു പറ്റിക്കൽ പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ ക്ഷണമുള്ള CPIM MLA-മാർ ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നായിരുന്നു. സമാനമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ന്യൂസ് മലയാളത്തോട് പറഞ്ഞത് ഇത് LDF-ന്റെ കൂട്ടായ തീരുമാനമാണ്, അതുകൊണ്ട് തന്നെ പരിപാടിയിൽ നിന്ന് CPI-യും വിട്ടുനിൽക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ നടക്കാനിരിക്കുന്ന ഈ പരിപാടിയുടെ ബ്രോഷർ പ്രകാരം LDF-ൽ നിന്നുള്ള 3 നേതാക്കൾക്കാണ് ക്ഷണമുള്ളത്. അതിലൊരാൾ വർക്കലെ MLA ആയിട്ടുള്ള ജോയിയാണ്. പിന്നീട് ഉള്ളത് തിരുവനന്തപുരം CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മാങ്കോട് രാധാകൃഷ്ണൻ, RJD പ്രതിനിധിയായിട്ടുള്ള NM നായർ. ഇവർ 3 പേർക്കുമാണ് ഈ പരിപാടിയിലേക്ക് നാളെ നടക്കാനിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമുള്ളത്. മുന്നണിയുടെ കൂട്ടായ തീരുമാനമായതിനാൽ തന്നെ ഈ 3 നേതാക്കളും ഇനിയിപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന ഈ സൗജന്യ KSRTC പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി. ശരി ഹാൻസ്.